എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സരൻ. നമ്മുടെ നാട്ടിൽ മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ കണ്ടമാനം വ്യാപിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന കാണുന്ന പല വാർത്തകളും. എന്നാൽ ഇതിന്റെ വ്യാപനത്തിന് അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ നാട്ടുകാരും അല്ലെങ്കിൽ നമ്മൾ സമൂഹവും കാരണക്കാരാവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് അറിയാമായിരിക്കും, നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ ചില കടകളിൽ ഇത് വ്യാപാരം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് കടകളിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരാൾ നമ്മുടെ നാട്ടില് ഇത് കുട്ടികളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാമായിരിക്കും. പക്ഷേ പല സന്ദർഭങ്ങളിലും നമ്മൾ മിണ്ടാതിരിക്കാനാണ് പ്രിഫർ ചെയ്യുക. അതെന്തുകൊണ്ടാണ്? ഒരിക്കലും നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വായിക്കുന്ന വാർത്തകൾ, അതായത് മയക്കുമരുന്ന് മാഫിയകൾ അവർക്കെതിരെ മൊഴി കൊടുത്ത അല്ലെങ്കിൽ അവരുടെ വിവരം ചോർത്തിക്കൊടുത്ത ആളുകളെ പല രീതിയിലുള്ള പ്രതികാര നടപടികളുമായിട്ട് ചിലപ്പോൾ കൊന്നുകളയുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ജീവനിൽ കൊതിയുണ്ട്, നമുക്ക് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിഞ്ഞാലും പലപ്പോഴും എല്ലാവരും മിണ്ടാതിരിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ എന്തായാലും വരുമല്ലോ. നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ ഇത് വേണ്ട അധികാരികളെ അറിയിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. മാർഗമുണ്ട്. നമ്മുടെ കേരള പോലീസിന്റെ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു മിഷൻ, ഇതൊരു വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പർ 9995966666. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 9995966666. 9995966666. ഈ നമ്പർ നിങ്ങൾക്ക് വാട്സപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ്. ഇതിലേക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ, നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ വാട്സപ്പായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇത് എവിടുന്നാണ് വരുന്നതെന്നോ ഇത് ആരാണ് അയച്ചത് എന്നോ ഒരിക്കലും ആർക്കും, അതായത് ഇത് റിസീവ് ചെയ്യുന്ന പോലീസിന്റെ എൻഡിലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ അയക്കുമ്പോൾ ഒരിക്കലും ഫേക്ക് ആയിട്ടോ അല്ലെങ്കിൽ കളിപ്പിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അയക്കരുത്. 3 കാര്യങ്ങൾ നിങ്ങൾ അയക്കുന്ന സന്ദേശത്തിൽ ക്ലിയർ ആയിരിക്കണം. WWW. എന്തൊക്കെയാണത്? ഹു, വെൻ, വേർ. ഹു എന്ന് പറഞ്ഞാൽ ആര്, വെൻ എപ്പോൾ, വേർ എവിടെ വെച്ച്. ഈ 3 വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള സന്ദേശങ്ങളാണ് നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ അയക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കാം, വോയിസ് ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ അങ്ങനെയുള്ള ഏത് സന്ദേശ രൂപത്തിലും നിങ്ങൾക്ക് അയക്കാം. ഒരു കാര്യം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് ആരാണ് അയച്ചത് എന്നുള്ളത് കംപ്ലീറ്റ്ലി അനോണിമസ് ആയിരിക്കും. ഈവൻ പോലീസിന് പോലും ഇത് അറിയാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരിക്കലും ഒരു നമ്മുടെ ഭരണ സംവിധാനത്തെയോ സർക്കാരിനെയോ മാത്രം പഴി പറഞ്ഞുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇത് നമ്മുടെ മക്കളുടെ ജീവിതത്തെ, ജീവനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ കേരള പോലീസുമായിട്ട് കൈകോർക്കാം. ഈ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയുമെങ്കിൽ ദയവ് ചെയ്ത് ഈ വാട്സപ്പ് നമ്പറിൽ കേരള പോലീസിനെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു യത്നത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ പങ്കാളികളാവാം. നമ്മുടെ നാളത്തെ തലമുറയെ ഈ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാം. താങ്ക് യു.